ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹമായിരുന്നു ഒരു ഇൻഡിപെൻഡന്റ് വുമണായി ജീവിക്കണമെന്ന്. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കത് സാധിച്ചു. മോളെ നീ വന്നോ? അച്ഛാ ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ ഒന്ന് കൂട്ടിയായിരുന്നു. ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത് പിന്നെ അടുക്കള വരണം വീട്ടിലെ വരണം ഒക്കെ മോള് തന്നെയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കോ, ഞങ്ങള് കഴിച്ചോളാം. അത് എന്നാണേലും നന്നായച്ചേ, എനിക്ക് എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഇഷ്ടം. അച്ഛാ ചേട്ടാ കറിയൊക്കെ വെച്ചിട്ടുണ്ടേ. ഞങ്ങള് കൈകിട്ടിരുന്നു കേട്ടോ. കൊണ്ടുപോരെ ചേച്ചിയമ്മേ, എടാ അരികൂട്ട നീ എപ്പോഴും വന്നേ? കൈ കഴുകിട്ടിരുന്നോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലേ എനിക്ക് ഫീസ് അടയ്ക്കാറായിരുന്നു. അച്ഛന്റെയും ചേട്ടന്റെയും ഈ പൈസ കാണുമില്ല, ചേച്ചിയമ്മ വേണം എനിക്ക് തരാൻ. അതിനെന്നാ എനിക്ക് ജോലി ഉണ്ടല്ലോ, ഞാൻ തരാം. മോളെ നമ്മുടെ അമ്മായിയുടെ പോലുള്ള കല്യാണമെന്ന് മോക്ക് അറിയാലോ അല്ലേ? നിന്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് ഞങ്ങൾ ഒരു 4 പോയിന്റ് മാലയാ പ്രതീക്ഷിക്കുന്നത്. 4 ആക്കുന്നത് എന്തിനാച്ചാ? ഒരു 5 ആക്കിയേക്കാം. ഓ തുണിയൊന്നും അലക്കിയില്ല അല്ലേ? കുഴപ്പമില്ല, ഞാൻ മേടിച്ച വാഷിംഗ് മെഷീനിൽ അലക്കിയാലേ എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതെനിക്കറിയായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ. എന്നാണെങ്കിലും നന്നായില്ലേ? കംപ്ലൈന്റ് ആയാലും മോനെ ഫീസിനുള്ള പൈസ അവിടെ വെച്ചിട്ടുണ്ടേ ചേട്ടാ. പിന്നെ സാധനം മേടിക്കാനുള്ള പൈസ അടുക്കളയിലുണ്ടേ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണ്ട. ഓ എന്റെ ജീവിതം നായ നോക്കി.